ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ സന്തതിയായി മാറിയിരിക്കുന്നു എങ്കിൽ ആ വ്യക്തി ലോകത്തെ ഏറ്റവും ആരോഗ്യമുള്ള മനസ്സിൻ്റെ ഉടമയായിരിക്കണം. എന്നാൽ നിർഭാഗ്യവശാൽ ദൈവമക്കൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന വ്യക്തികൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അധികം മാനസിക ആരോഗ്യം ഇല്ലാത്തവരാണ്. വളരെയേറെ പേർ മാനസിക രോഗികളാണ്, വളരെയേറെ പേർ ഭ്രാന്തുള്ള വ്യക്തികളാണ്. എന്നാൽ അവർ സമൂഹത്തിൽ ഭ്രാന്തില്ലാത്തവർ എന്ന ലേബലിൽ ജീവിക്കുകയാണ്. പലരും സാഡിസ്റ്റുകളാണ്, വിഷാദ രോഗത്തിന് അടിമകളാണ്. അവരത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പലരും ഇലൂഷനിൽ ജീവിക്കുന്നവരാണ്. പല പല ഭാവനകളിൽ അവർ കിടന്നുറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം, അവർ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ, അവരുടെ ചെവിയിൽ കേൾക്കുന്ന പല പല ചിന്തകൾ, ശബ്ദങ്ങൾ, ഇതിനനുസരിച്ച് ഇതെല്ലാം ദൈവമെന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരാണ്. അപകടം പിടിച്ച ജീവിതം, ദോഷം പിടിച്ച ജീവിതം, അവർക്ക് തിരിച്ചറിയാൻ കഴിവ് പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർ ഒരു നിത്യനാശത്തിലേക്ക് പോവുകയാണ്. മാത്രമല്ല അവർ മുഖാന്തരം അവരോടൊപ്പം ഉള്ളവർ നശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. ഇന്ന് ജനത്തെ എങ്ങനെ ആകർഷിക്കാം, ലോസ് ഓഫ് അട്രാക്ഷൻ പഠിച്ചിട്ട് ജനത്തെ എങ്ങനെ ആകർഷിക്കാം, ജനത്തെ എങ്ങനെ വശീകരിക്കാം, ഇരിക്കുന്ന നിലവാരം എങ്ങനെയായിരിക്കണം, നടക്കുന്ന നിലവാരം എങ്ങനെയായിരിക്കണം, നോക്കുന്ന നിലവാരം എങ്ങനെയായിരിക്കണം എന്നെല്ലാം ഗവേഷണം നടത്തി അത് പഠിച്ച് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് ജനത്തിൻ്റെ ഇടയിൽ വന്നു നിന്ന് ജനത്തിന് ആവശ്യമുള്ളതെന്ന് തോന്നുന്ന എന്നാൽ ദൈവത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ടു പോകുന്ന ഒരു തലമുറയിലാണ് നാം ആയിരിക്കുന്നത്. അതുമാത്രം കേൾക്കുന്ന ഒരിടത്താണ് നാം ആയിരിക്കുന്നത്. ഇവിടെ മാനസികമായ ആരോഗ്യം നശിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവനെ, എനിക്കും താങ്കൾക്കും ആവശ്യം ക്രിസ്തുവിൻ്റെ മനസ്സാണ്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറുവാൻ ക്രിസ്തുവിനെ അനുസരിക്കുന്ന അനുഭവം നമ്മിൽ വരണം. ക്രിസ്തുവിനെ അനുസരിക്കുന്ന അനുഭവം ഉള്ള വ്യക്തി ക്രിസ്തുവിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാണ്. ഏത് സാഹചര്യത്തിലും സത്യസന്ധമായി സ്വന്തം ചിന്തകളെ മാറ്റിവെച്ച് ദൈവാത്മാവെ കരുണ ചെയ്യണം, എന്നെ പഠിപ്പിക്കണം എന്ന നിലവാരത്തിൽ പ്രാർത്ഥിക്കുന്ന, വചനം എന്താണോ, കർത്താവ് എപ്രകാരമാണോ ജീവിച്ചത് ആ നിലവാരം മാത്രമേ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരൂ. മനസ്സിലാക്കണം, വചനം എന്താണോ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു വചനപ്രകാരം എങ്ങനെയാണോ ജീവിച്ചത് ആ നിലവാരം മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു തരൂ. പരിശുദ്ധാത്മാവ് അല്ലാത്ത ഒരു നിലവാരവും പഠിപ്പിക്കില്ല. ആ നിലവാരത്തിൽ മുൻപോട്ട് വരുമ്പോൾ നിങ്ങൾ ദൈവസ്നേഹത്താൽ നിറയപ്പെടും. കാരണം ദൈവസ്നേഹത്താലാണ് ഈ പ്രക്രിയ എല്ലാം നമ്മിൽ നടക്കുന്നത്. ദൈവസ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ നാമും കർത്താവിനോട് അനുരൂപരാകുവാൻ തക്കവണ്ണം നാം കർത്താവിൻ്റെ മനസ്സുള്ളവരായി മാറ്റപ്പെടും. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നാൽ കർത്താവിൻ്റെ മനസ്സുള്ളവരാകുക എന്ന സത്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അതിനായിട്ട് തന്നെ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. വിളിച്ച ദൈവം വിശ്വസ്തൻ, വാക്കുമാറുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കുന്നു എന്ന സത്യത്തെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. ആമേൻ.